നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൻ്റെ ടൂറിന് പോയ ബസ് മറിഞ്ഞ് കുറേ ആളുകൾ മരിക്കുകയും കുറേ ആളുകൾക്ക് പരിക്കേൽക്കുകയും അത് ഭയങ്കര വിഷയമായി ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്തത്. അതിനെക്കുറിച്ച് ഞാനൊരു കാര്യം പറയാം. ഈ വിഷയത്തിനെല്ലാം പോകും വഴിയായിട്ട് ഞാനൊരു കാര്യം പറയാം. അത് എത്ര പേര് അംഗീകരിക്കുമെന്നോ, നിങ്ങളുടെ എത്ര പേര് എൻ്റെ വീഡിയോ ഈ കാണുന്ന ഈ സമൂഹത്തിലുള്ള എത്ര പേര് അത് അംഗീകരിക്കുമെന്നോ അത് സമ്മതിക്കുമെന്നോ അത് ശരിയാണെന്ന് പറയുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ ആത്മാവിൽ നിന്ന് എൻ്റെ ഹൃദയത്തിൽ തട്ടി ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. അല്ലാതെ എനിക്കാരെയും സൂചിപ്പിക്കാൻ വേണ്ടിയോ ആരെയും സംതൃപ്തിപ്പെടുത്താനോ ഒന്നും എനിക്ക് ബാധ്യസ്ഥതയില്ല. ഞാനത് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല, അങ്ങനെ ചെയ്യത്തുമില്ല, ഇതുവരെ ചെയ്തിട്ടുമില്ല. ഈ ടൂറിൻ്റെ വിഷയം ഒരുപക്ഷെ ഞാനിത് പറയുമ്പം ഒരാൾ പോലും ഈ വീഡിയോ കണ്ടിട്ട് അത് അംഗീകരിക്കണമെന്നില്ല. പക്ഷേ എങ്കിലും പറയാനുള്ളത് ഞാൻ പറയും. അതായത് ഈ ടൂറ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എന്തിനാണ്? നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ കോളേജുകളിലും ഈ ടൂറെന്ന് പറയുന്ന സാധനം എന്തിനാണ് യഥാർത്ഥത്തിൽ? ടൂറെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉല്ലാസയാത്ര എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നവർ. കുട്ടികളെല്ലാം കൂടെ അധ്യയന വർഷത്തിൻ്റെ അവസാനം കുട്ടികളെല്ലാം കൂടി ചേർന്ന് സാറുമാരും എല്ലാം കൂടെ ചേർന്ന് ഒരു ഉല്ലാസയാത്ര പോകും. അതാണ് ടൂറ് എന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അതൊരു പാരമ്പര്യമായിട്ട് സ്കൂളുകളിലും കോളേജുകളിലും ഈ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ? സ്കൂളുകളിലും കോളേജുകളിലും ഇതിൻ്റെ ആവശ്യം എന്തിനാണ് ടൂറ്? വിദ്യാലയം എന്തിനാണ്? വിദ്യാലയവും സർവകലാശാലകളും യൂണിവേഴ്സിറ്റികളും എന്തിനാണ്? നമുക്ക് പഠിക്കാനില്ലേ? പണ്ട് ഒരു കാലത്ത് വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യരായിരുന്നു നമ്മുടെ കേരളത്തിൽ. ഞാൻ കേരളത്തിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. കേരളത്തിലുടനീളം വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യരായിരുന്നു. ഇന്ന് പക്ഷേ സാക്ഷരതയുള്ള ഏറ്റവും നല്ല സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഇന്ന് ഇന്ത്യയും അതുപോലെയാണ്. പക്ഷെ ഒരു കാലഘട്ടത്തിലൂടെ വിദ്യാഭ്യാസം ഇല്ലായിരുന്നു, വിദ്യാലയങ്ങളില്ലായിരുന്നു, ആളുകൾക്ക് അറിവില്ലായിരുന്നു. ജാതിയുടെയും ഒക്കെ തൊട്ടുകൂടായ്മയുടെ അൺടച്ചബിലിറ്റിയുടെ ഒക്കെ ഇടയിൽ നിന്ന് ജീവിച്ച് ബുദ്ധിമുട്ടിയ മനുഷ്യരെ വിദ്യാലയങ്ങളുണ്ടാക്കി വല്ലത്തോത്മനാഭനെ പോലെയും ഒക്കെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളും ക്രിസ്ത്യൻ മിഷണറീസും അതുപോലെ തന്നെ ഇസ്ലാമിക സാമൂഹ്യ പരിഷ്കർത്താക്കളും ഒക്കെ ചേർന്ന് വിദ്യാലയങ്ങളും യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഉണ്ടാക്കി. അവർ മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ള മറ്റാളുകളുണ്ട്. കഷ്ടപ്പെട്ട് ത്യാഗങ്ങളും നൊമ്പരങ്ങളും സഹിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, പഞ്ചമി എന്ന പെൺകുട്ടിയെ സ്കൂളിൽ ഇരുത്തിയതിന് ആ സ്കൂള് കത്തിച്ച ചരിത്രം ഉണ്ട് കേരളത്തിന്. ആര്? അയ്യങ്കാളി കൊണ്ടിരുത്തിയ ജാതിയുടെ പേരിൽ. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് നമുക്ക് എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമായി നൽകിയ നമ്മുടെ രാജ്യത്ത് കഷ്ടപ്പെട്ട് ത്യാഗങ്ങളും നൊമ്പരങ്ങളും സഹിച്ച് മഹാരഥന്മാരുണ്ടാക്കിയിട്ട സർവകലാശാലകളും യൂണിവേഴ്സിറ്റികളും സ്കൂളുകളും എന്തിനാണ്? പഠിക്കാനല്ലേ? അറിവ് നൽകാനല്ലേ? വിദ്യാഭ്യാസ സ്ഥാപനം വിദ്യ പകരാനല്ലേ? വിദ്യ അഭ്യസിപ്പിക്കാനല്ലേ? സർവകലാശാലകൾ എന്ന് പറഞ്ഞാൽ വിദ്യ അഭ്യസിക്കാനുള്ളതല്ലേ? അല്ലെങ്കിൽ കലകൾ അഭ്യസിക്കാനുള്ളതല്ലേ? അവിടെ എന്തിനാണ് ടൂറ്? അവിടെ എന്തിനാണ് ടൂറ്? എല്ലാവർക്കും ഉല്ലാസയാത്ര പോകണം. ടൂറ് ഈ കൊച്ചുകുട്ടികൾക്ക് എന്തിനാണ് ടൂറ് പോകുന്നത്? ഈ ചെറുപ്പക്കാർക്ക് ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ഇനിയും ബാക്കി കിടക്കുകയാണ്. അവർക്ക് പിന്നീട് ലോകം മുഴുവൻ പോയി കാണാനുള്ള അവസരമുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൂടെ സ്കൂളുകാർക്ക്, ഞാനുള്ള സത്യം പറയാം, സ്കൂളുകൾക്കും കോളേജുകൾക്കും പൈസ ഉണ്ടാക്കാൻ ഒരാളുടെ കയ്യിൽ നിന്ന്, ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനും കുറേ പഠിച്ചതാണ്, സ്കൂളുകളിലും ഒക്കെ ഞാനും പഠിച്ചതാണ്. ഞാൻ എങ്ങും ടൂർ പോയിട്ടില്ല. ഞങ്ങളുടെ കാലത്തും ഉണ്ട് ഇത്. പക്ഷേ ഞാൻ പഠിക്കുമ്പോഴും ഉണ്ട്. പക്ഷേ ഞാൻ പോയിട്ടില്ല, ഇതിന് പോയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ടൂർ പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. എൻ്റെ സുഹൃത്തുക്കളൊക്കെ പോയിട്ടുണ്ട്. അപ്പം അതെന്തിനാണ്? അന്നൊക്കെ എന്ന് പറഞ്ഞാൽ 500 രൂപ 1000 രൂപയൊക്കെ മേടിക്കുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യിൽ നിന്ന്, ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് 5000 രൂപ മേടിക്കും. അന്നത്തെ 500 രൂപയുടെ വിലയായി ഇന്നത്തെ 5000 രൂപ. ഇന്ന് 5000 രൂപ മേടിക്കും. എന്നിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് 1000 രൂപ സ്കൂളുകൾക്കും അതുപോലെ ട്യൂട്ടോറിയൽ കോളേജുകൾക്കും അല്ലാതുള്ള കോളേജുകളും എല്ലാം ഇത് നടത്തുന്നുണ്ട്. അവരുടെ കയ്യിൽ 5000 രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പം 1000 രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടിയാലും 25 പേര് പോകുമ്പോൾ 25000 രൂപ അവർക്ക് ലാഭമാണ്. ആ പൈസ ലാഭത്തിലാണ് ഇത്രയും കാലം ഇത് ദുരന്തം ഉണ്ടായിട്ട്. പണ്ട് ഫുഡ് പോയിസൺ അടിച്ച് കുറേ കുട്ടികൾ മരിച്ചു.
എവിടെയോ പോയി ടൂറ്. ഇതുപോലെ ഒരുപാട് വണ്ടി അപകടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ഉണ്ടായിട്ടും വിദ്യാസമ്പന്നരെന്നും അറിവുള്ളവരെന്നും ഒക്കെ പറഞ്ഞ ഡോക്ടറേറ്റ് എടുത്ത അധ്യാപകർക്ക് വെളിവ് വരാതെ എന്തിന് ഈ കോളേജിലെ പ്രിൻസിപ്പളുകൾക്ക് ഡോക്ടറേറ്റ് എടുത്തവരാണ് പ്രിൻസിപ്പളായിട്ടൊക്കെ ഇരിക്കുന്നത് ഈ സ്കൂളുകളിലൊക്കെ. അവർക്ക് ഇതുവരെ വെളിവ് വന്നില്ല. എന്തുകൊണ്ട്? എന്ത് അപകടം, ഇത്രയും അപകടങ്ങളും അനുഭവങ്ങളും ഉണ്ടായിട്ടും എന്താ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാശ്? ഈ ടൂറിൽ നിന്നാണ് ഒരു തുക ഇവർക്ക് വർഷവും കയ്യിൽ കിട്ടും സെപ്പറേറ്റ്. ആ പൈസ കിട്ടാൻ വേണ്ടി എന്ത് അപകടങ്ങൾ, ഇത്രയും അനുഭവങ്ങൾ, ഇത്രയും വാർത്തകൾ, ഇത്രയും കാലം അപകടങ്ങൾ ഉണ്ടായിട്ട് പോലും അതൊന്നും വകവെക്കാതെ വീണ്ടും ടൂറിന് കൊണ്ടുപോവുക. എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? ടൂറെന്ന് എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, ആ സ്കൂളുകാർക്കെതിരെ കേസെടുക്കണം, ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പളിനെതിരെ കേസെടുക്കണം. എന്തിനാണ് ടൂറിന് വിട്ടത്? ഞാനൊരിക്കലും വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. മനസ്സിലായി? മരിക്കാൻ ഒരുത്തം പോയി നിന്നെങ്കിൽ മാത്രമേ, ആ സാഹചര്യത്തിൽ പോയി നിൽക്കുന്നവനെ മാത്രമേ കൊല്ലാൻ സാധിക്കത്തുള്ളൂ. മനസ്സിലായോ? ഞാൻ ഒരിക്കലും പറയത്തില്ല. ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പളിനെതിരെ കേസെടുക്കണം, അയാളെ പിടിച്ച് അകത്തിടണം. മനസ്സിലായോ? ടൂറെന്ന് വാക്കുച്ചരിക്കുന്ന പേരൻസ് ഒരു തീരുമാനം എടുക്കണം. മനസ്സിലായി? നാളെ മുതൽ എൻ്റെ കുട്ടികളെ, എൻ്റെ മക്കളെ ഞങ്ങൾ ടൂറിന് വിടുന്നില്ല, ഞങ്ങളവിടെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെട്ട് വണ്ടിക്കൂലിയും ആഹാരവും കൊടുത്ത് ഫീസും പലയിടത്തും കൊടുത്ത് ഞങ്ങളുടെ കുട്ടികളെ വിദ്യാലയങ്ങളിലും സർവകലാശാലകളിലും വിടുന്നത് പഠിക്കാൻ വേണ്ടിയല്ല, അത് ഉല്ലാസയാത്ര പോകാൻ വേണ്ടിയല്ല എന്ന് പാരൻസ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിൽക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അവർ ആ തീരുമാനം എടുക്കത്തുമില്ല. ഞാൻ പറഞ്ഞത്, ടൂർ എന്ന വാക്കുച്ചരിക്കുന്നവനെ വിദ്യാലയത്തിൽ കയറ്റരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അത് സാറായാലും പ്രിൻസിപ്പളായാലും കുട്ടിയായാലും. മനസ്സിലായി? ടൂറിന് പോകണമെന്ന് തോന്നുന്ന കുട്ടികൾക്ക് അവർക്ക് ടൂറ് പോകേണ്ടടുത്ത് പോകണം. മനസ്സിലായി? എന്തിനാണ് വിദ്യാലയത്തിലേക്ക് വരുന്നത്? വിദ്യാലയത്തിൽ ടൂറ് പോകാനാണ്. ആ സമയം കൊണ്ട് 4 അക്ഷരം പഠിച്ചാൽ 4 അക്ഷരം ആ അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ, ഈ കൂടെ പോകുന്നവർക്ക്. അധ്യാപകർ ഇതൊക്കെ തന്നെ, അവർക്കും എന്താ പറയുക, ചുളിവിന് ഈ കുട്ടികളുടെ കൂടെ പോകാം. അതുകൊണ്ട് കുറേ സ്ഥലങ്ങൾ കണ്ടു. അതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത്? വണ്ടിയിലോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്നതൊക്കെ, വണ്ടിയിലോട്ട് കയറുമ്പോൾ തന്നെ ഭയങ്കര ഡാൻസും പാട്ടും എല്ലാം ബഹളമിട്ട് ശബ്ദമിട്ട് ഡ്രൈവർ എന്ത് ചെയ്യും? അയാൾക്ക് ഡിസ്റ്റർബൻസ് യഥാർത്ഥം ഇത്. നമ്മളൊരാളിപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ആ വണ്ടി ഓടിക്കുന്ന ആൾക്ക് കംഫർട്ടബിൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ശാന്തമായിട്ട് ആ വണ്ടി ഓടിക്കുന്നത് ശ്രദ്ധ. ഇപ്പം ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ വണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മളും ശ്രദ്ധിച്ചിരിക്കണം. പെട്ടെന്ന് വണ്ടി വരുമ്പോൾ നമുക്ക് പറയാം ഡ്രൈവറിനോട്, വണ്ടി വരുന്നുണ്ടേ ചേട്ടാ എന്ന് നമുക്കും പറയാം. അതല്ല, ഇത് അതിനകത്തിട്ട് അയാളുടെ ശ്രദ്ധ പോലും കളയുന്ന രീതിയിൽ പാട്ടും ബഹളവും അതിന് സപ്പോർട്ടായിട്ടുള്ള കുറേ അധ്യാപകരും. പിന്നെ എങ്ങനെ അപകടം ഉണ്ടാവാതിരിക്കുക? ഞാൻ പറയുന്നത് ഇത് സൂയിസൈഡാണ്, സ്വയം പോയി ചാവുന്നതാണ്. മനസ്സിലായി? ആരെയും കുറ്റം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഏഷ്യാൻ ന്യൂസാണെന്ന് തോന്നുന്നു, വാർത്തയിൽ ഒരു ലേഡി പോലീസ് ഓഫീസർ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ, ഞങ്ങൾ അപകടം ഉണ്ടാവാതിരിക്കും, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. ടൂറ് പോകുന്ന സ്കൂളിൻ്റെ ലൈസൻസ് കട്ടിക്കണം, ആ സ്കൂള് പൂട്ടിക്കണം. ടൂറിന് പോകുന്നവരുടെ സ്കൂള്, മനസ്സിലായി? ആ സ്കൂള് പൂട്ടിക്കണം. അതുപോലെ തന്നെ ടൂർ എന്ന വാക്കുച്ചരിക്കുന്നവനെ വിദ്യാലയത്തിൽ കയറ്റണം, കലാലയത്തിൽ കയറ്റരുത്. മനസ്സിലായില്ലേ? എന്തിനാണ് അത്? ആ നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നമില്ലല്ലോ. മനസ്സിലായി? എന്തിനാണ് ടൂറ് പോകുന്നത്? ഇവിടെ ഇരുന്ന് പഠിച്ച് ടൂറ് പോകാത്തവരെവിടെത്തി? മഹാത്മാഗാന്ധിജി എത്ര ടൂറ് പോയി? KR നാരായണൻ എത്ര ടൂറ് പോയി? എന്നിട്ട് അവരൊക്കെ എവിടെ എത്തി? ടൂറ് പോയവരെവിടെത്തി? എന്തിനാണിത്? വിദ്യാലയത്തിൽ ഇത് എന്തിനാണ് എന്നാണ് എൻ്റെ ചോദ്യം. ആവശ്യമില്ലാത്ത ഇന്നവിറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല ഇത്, അൺഅവോയ്ഡബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല ഇത്. വിദ്യാലയത്തിൽ ഇത് ആവശ്യമില്ലാത്ത കാര്യമാണ്, ഒരിക്കലും ഇന്നവിറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ പറയത്തില്ല. പിന്നെ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടായിരിക്കാം ടൂറിന് പോകാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ. ആ അപകടം ഉണ്ടായിരുന്നു, ഞാൻ ഡ്രൈവറെയും കുറ്റം പറയത്തില്ല, ഒന്നിനും ഞാൻ കുറ്റം പറയത്തില്ല, ആ വണ്ടിക്കാരെയും ഞാൻ കുറ്റം പറയത്തില്ല. ഞാൻ കുറ്റം പറയുന്ന ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പളിനെയാണ്, ഇവിടുത്തെ ഭരണകർത്താക്കളെയാണ് ഞാൻ കുറ്റം പറയുന്നത്. മനസ്സിലായി? മേലാലൊരു വിദ്യാലയത്തിൽ നിന്ന് ടൂറ് പോകരുത്. ടൂറെന്ന് വാക്കുച്ചരിക്കുന്നവനെ കലാലയത്തിൽ കയറ്റരുത്, വിദ്യാലയത്തിൽ കയറ്റരുത്. അത് സ്റ്റുഡൻ്റ് ആയാലും, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അധ്യാപകനായാലും പ്രിൻസിപ്പളായാലും കയറ്റരുത്. ആ നിലപാട് ചെയ്യുക. കഷ്ടപ്പെട്ട് മഹാരഥന്മാർ വിദ്യ നേടാൻ വേണ്ടി, അറിവ് നേടാൻ വേണ്ടി, സമൂഹത്തെ വിദ്യാഭ്യാസമുള്ള 4 ലക്ഷം വായിക്കുന്നവരാക്കാൻ വേണ്ടി വിദ്യാലയങ്ങളും സർവകലാശാലകളും ത്യാഗങ്ങളും നൊമ്പരങ്ങളും സഹിച്ചുണ്ടാക്കിയിട്ടടുത്ത് ടൂറിന് പോയിട്ട് വിദ്യാർത്ഥികളെ കൊണ്ടുപോയി കൊല്ലിക്കുന്ന ഈ സ്കൂളിലെ പ്രിൻസിപ്പൽസും ഈ സ്കൂളിലെ അധ്യാപകരും, അവർക്കെതിരെ നടപടി എടുക്കണം, സസ്പെൻഡ് ചെയ്യണം. മനസ്സിലായോ?
ഡിസ്മിസിൽ ചെയ്യണം ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പലിനെ, ആ കൂടെ പോയ അധ്യാപകരെ. മനസ്സിലായോ? അടിച്ച് ദൂരെ കളയണം. മനസ്സിലായോ? 4 അക്ഷരം പഠിക്കേണ്ടതിന് പകരം. അതാണ് എൻ്റെ നിലപാട്. മരിക്കുന്നവരെ ഞാൻ ഈ നിലപാടേ പറയത്തുള്ളൂ എന്നും. മനസ്സിലായോ? മനുഷ്യനായ 4 അക്ഷരം പഠിച്ച് ഒരു നിലയിലെത്തുക. മനസ്സിലായോ? 4 അക്ഷരം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പഠിക്കാൻ പോവുകയാണെങ്കിൽ പഠിക്കണം. ഞാനങ്ങനെയാണ്. ഞാൻ ഇത്രയും കാലവും അങ്ങനെ തന്നെ. ഞാൻ സ്കൂളിലും കോളേജുകളിലും പോയപ്പോൾ എല്ലാം പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിക്കാനാണ് പോയിട്ടുള്ളത്. അല്ല ടൂറ് പോകാനോ തോന്നിയാസം കാണിക്കാനോ ഒട്ട് കളിക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല സ്കൂളിൽ. മനസ്സിലായോ? പള്ളിക്കൂടത്തിൽ പോവുകയാണെങ്കിൽ പഠിക്കാൻ പോകണം. ടൂറിന് പോകാൻ എന്തിനാണ് പള്ളിക്കൂടത്തിൽ പോകുന്നത്? മനസ്സിലായോ? എന്തിനാ കോളേജിൽ പോകുന്നത്? എന്തിനാ പോകുന്നത്? ഓക്കെ, താങ്ക് യു.